വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ എസ് ബിജു നിർവഹിച്ചു. ഈ നാട്ടിൽ വന്ന ഒരു പുതിയ മാറ്റമാണ് സാക്ഷരത പ്രസ്ഥാനം. ഇന്ന് കേരളം മുഴുവൻ പേരും എഴുത്തും വായനയും അറിയാൻ പറ്റുന്നവരുടെ നാടാക്കി മാറ്റപ്പെടും. മറ്റൊന്ന്, നമുക്ക് തൊട്ടടുത്ത നാളിൽ നിന്ന് 25 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതി, ജനകീയ പദ്ധതി. നേരത്തെ നമുക്ക് ഇത്തരം വികസന പ്രവർത്തനങ്ങളും ഭരണതല പ്രവർത്തനങ്ങളും എല്ലാം ഉദ്യോഗസ്ഥരാൽ നിയന്ത്രിതമായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ കൈകളിലേക്ക് അധികാരം കടന്നെത്തിയ ജനകീയ പുതിയ ഒരു പദ്ധതി. അങ്ങനെ പുതിയ മേഖലകൾ നമുക്ക് പാർപ്പിടത്തെ സംബന്ധിച്ച് സ്വയം പര്യാപ്തം. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഇതുപോലെ പല സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്, ചിലതൊക്കെ കീഴോട്ടും എന്ന് പറഞ്ഞാൽ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ത്രിതല സംവിധാനം വരുന്നതിന് മുൻപ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടാറില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സബ്സിഡികൾ കിട്ടാറില്ല. ഇതിനകത്തിപ്പോൾ വനിതാ സംരംഭകർക്ക് 75% വരെ സബ്സിഡിയുടെ പൈസ കിട്ടുന്ന ഒരു പ്രോജക്റ്റുകളുണ്ട്, വിവിധങ്ങളായ പദ്ധതികളുണ്ട്. പുതിയ സംരംഭങ്ങളെ കണ്ടെത്തുക, കേരളത്തിലെ പുതിയ പദ്ധതികളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ കേരളത്തിലെ വിവിധ വ്യവസായ സാധ്യതകളെക്കുറിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന വിവിധ സംരംഭങ്ങളെക്കുറിച്ചും അവയ്ക്ക് ലഭിക്കുന്ന വായ്പാ പദ്ധതികളെക്കുറിച്ചും മുൻ വ്യവസായ വികസന ഓഫീസർ ശ്രീ ടി ചന്ദ്രൻ ക്ലാസുകൾ നയിച്ചു. പക്ഷേ ഈ 2019 MSME ഫെസിലിറ്റേഷൻ ആക്ട് പ്രകാരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു, പൈസ കയ്യിലുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ശരിയായി. പക്ഷേ ലൈസൻസ് കിട്ടുന്നില്ല. പ്രദേശപ്പെട്ട സാഹചര്യത്തിൽ ലൈസൻസ് കിട്ടാൻ ചെറിയ താമസം വരുന്നു വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു 3 വർഷത്തെ ഇളവ് തരുന്നു. നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആ ലൈസൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇളവ് തരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ തുടങ്ങാൻ. അല്ലാതെ മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തുടങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ സംവിധാനത്തിൽ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയാൻ പറ്റുകയില്ല. അത് പണിഷബിളാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു. യോഗത്തിൽ സുജാത മധു, MK ശീമോൻ, ജസീല നവാസ്, സുലോചന പ്രഭാകരൻ, അമ്പിളി CK തുടങ്ങിയവർ സംസാരിച്ചു. സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിക്കുകയും 1,50,000-ഓളം വ്യവസായങ്ങൾ ആ ഒരു വർഷം തന്നെ ആരംഭിക്കാൻ സാധിക്കുകയും അതിനുശേഷം 22, 23, 24, 25 വർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സംരംഭ വർഷത്തോടനുബന്ധിച്ച് ഏകദേശം 4 ലക്ഷത്തോളം യൂണിറ്റുകൾ, അതായത് പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കുവാനുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും വിളിച്ചിപ്പോൾ നിങ്ങളെല്ലാവരും സംരംഭകരാണെന്ന് പറയുന്ന ആഗ്രഹത്തോട് തന്നെ വന്നിരിക്കുന്നതാണ്. അത് വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും വിവിധ പ്രോജക്റ്റുകൾ വെച്ച് നമ്മുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 1 ലക്ഷം പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പം ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടൊരു സംരംഭം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊരു 1000 രൂപ മുടക്കി അത് 1000, 2000 ആക്കാം, 3000 ആക്കാം, അങ്ങനെ മുമ്പോട്ട് കയറി പോകാം. അപ്പോൾ ചെറിയ സംരംഭങ്ങളിലൂടെ ചെറിയ വരുമാനങ്ങളിലൂടെ വലിയ വരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തുകയും. വിഷൻ ന്യൂസ്, വൈക്കം.